മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ക്രിസ്മസ് കഴിഞ്ഞുള്ള ഞായറാഴ്ചയാണ്. ബദലപോലെ ഈശോ ജനിച്ചു. ആ ജന്മം നമ്മൾ ആഘോഷിച്ചതാണ്. ഇന്നത്തെ ദൈവവചനം എന്താണ് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്? ഈ ജനനം മുൻകൂട്ടി അറിഞ്ഞ് അവിടെ വരികയാണ് കിഴക്കുന്നത്. ഞാൻ നക്ഷത്രമാണ് അവർ വഴികാട്ടിയത്. അവർ വരുന്നത് എവിടെയാണ്? ആദ്യം വരുന്നത് ജെറുസലേമിലാണ്. ഹെറോദോസിന്റെ അരമനയിലെത്തുകയാണ്. അവിടെ അവർ കാര്യം അന്വേഷിക്കുകയാണ്. അപ്പോൾ ഹെറോദോസ് ആ വിവരം കൂടുതൽ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ആ യഹൂദ ജനത്തിലെ നിയമത്തിലെയും പുരോഹിത പ്രമുഖന്മാരെ വിളിച്ച് സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ അറിയുക. അപ്പോൾ അവർ പറയുന്നു, ശരിയാണ്, രക്ഷകൻ ജനിക്കുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പ്രവചനം. മിക്ക പ്രവാചക പുസ്തകത്തിലെ ആ പ്രവചനമാണ് അത് വായിച്ച് അവർ ഹെറോദോസ് കേൾക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യം ഇതാണ്. ഈ കാര്യം കേട്ടതിന് ശേഷം ഹെറോദോസ് രാജാവ് ജ്ഞാനികളോട് പറയുന്നതാണ്, നിങ്ങൾ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ശിശുവിനെ പറ്റി കൂടുതൽ നിങ്ങൾ അറിയും, എന്നിട്ട് എന്നെയും വന്നവരെ അറിയുക. എന്തിനാണ്? എനിക്ക് ചെന്ന് അവനെ ആരാധിക്കുന്നു. ഇവിടെ ഹെറോദോസ് കപടമായിട്ടാണ് ഈ ജ്ഞാനികളോട് പെരുമാറുന്നത്. പക്ഷെ ജ്ഞാനികളോ അവർ കപടതയില്ലാത്തവരാണ്. ഈ ലോകത്തിന്റെ ഒരു പരിച്ഛേദം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കപടത്തിലുള്ള ആളുകളുണ്ട് ലോകത്ത്, കപടതയില്ലാത്ത ആളുകളുണ്ട് ലോകത്ത്. മനസ്സിലാക്കുക, കപടതയില്ലാത്ത ഈ ആളുകളെ ദൈവം നയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഹെറോദോസിന്റെ കെണിയിൽ അവർ പെടുന്നില്ല. അപ്പോൾ ദൈവത്താൽ നയിക്കപ്പെടണമെങ്കിൽ കപടത ജീവിതത്തിൽ പാടില്ല. അതാണ് നമുക്ക് സുവിശേഷം നമ്മളോട് പറയുന്ന കാര്യം. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്ത് ദൈവത്താൽ നയിക്കപ്പെടണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ദൈവിക സംരക്ഷണം നമുക്ക് ലഭിക്കണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എങ്കിൽ കപടത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, വഞ്ചന ചെയ്യുന്നവൻ എൻ്റെ ഗേഹത്തിൽ ഒരിക്കലും വസിക്കുകയില്ല. എന്താ വചനം പറയുന്നത്? വഞ്ചന ചെയ്യുന്നവൻ എൻ്റെ ഗേഹത്തിൽ ഒരിക്കലും വസിക്കുകയില്ല. ദൈവത്തിന് ഇഷ്ടമല്ല. അതേസമയം ദൈവവചനപ്രകാരം പറയുന്നു, നിഷ്കളങ്ക ഹൃദയർ അവർ എന്നും എൻ്റെ സ്നേഹിതരാണ്. ദൈവവചനം പറയുന്നു, നിഷ്കളങ്ക ഹൃദയർ അവർ എന്നും എൻ്റെ സ്നേഹിതരാണ്. അപ്പോൾ ഈ ഒരു മർമ്മം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിക്കോളും. ദൈവം അവിടുത്തെ പ്രസാദിപ്പിക്കുന്ന മനുഷ്യ ഹൃദയങ്ങളെയാണ് ഉന്നതത്തിൽ നോക്കുന്നത്. അപ്പോൾ അവിടത്തേക്ക് വസിക്കാനും നയിക്കാനും യോഗ്യമായ ഈ ഹൃദയങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അവിടെയാണ് വാസം ലഭിക്കുക. അവിടെ നിന്ന് അവരെ നയിക്കും, അവരെ പരിപാലിക്കും, അവരെ സംരക്ഷിക്കും. അതുകൊണ്ടാണ് ഇപ്രകാരം ദൈവവചനം പറയുന്നത്, തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനാണ് ദൈവം. തൻ്റെ ഭവനത്തിൽ വസിക്കണം, അതാണ് ആ പറയുന്നത്. ദൈവത്തിന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനാണ് ദൈവം എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് ദൈവഭവനത്തിൽ വസിക്കുക. ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കേണ്ട കാര്യം മറ്റൊന്നുമല്ല, ദൈവഭവനത്തിൽ വസിക്കുക. അപ്പോൾ ദൈവത്തിന്റെ ഇടപെടല് അനുദിനം നമ്മുടെ ജീവിതത്തിലെ അനുഭവിച്ച് നമുക്ക് ജീവിതം ധന്യമാകാനായിട്ട് പ്രിയമുള്ളവരെ സാധിക്കും. എന്നാൽ ദൈവത്തിന്റെ ഭവനത്തിൽ വസിക്കുക എന്നുള്ളത് അർത്ഥമാക്കുന്നത് എന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ഭവനത്തിൽ വസിക്കുക എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സങ്കീർത്തനത്തിലെ 15-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വിളിച്ചു കിട്ടുന്നത്. 15-ാം അധ്യായത്തിൽ പറയുകയാണ്, കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? കണ്ടോ, അങ്ങയുടെ വിശുദ്ധ ഗിരിയിൽ ആര് വാസം പ്രവഹിക്കും? നിഷ്കളങ്കനായി വ്യാപരിക്കുന്നവൻ, നീതി പ്രവർത്തിക്കുന്നവൻ, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്നവൻ. അവൻ നാവുകൊണ്ട് ദുഷിക്കുന്നില്ല, സ്നേഹിതനോട് ദ്രോഹം ചെയ്യുന്നില്ല, അയൽക്കാരനെതിരെ അപവാദം പേര് നടക്കുന്നില്ല. അവന്റെ ദൃഷ്ടികളെ ഒഴിവാക്കേണ്ടവനാണ് പരിഹാസ്യൻ. അതായത് അഹങ്കാരികളുമായിട്ട് അവൻ ഇടപെടില്ല. കർത്താവിനെ ഭയപ്പെടുന്നവരെ അവൻ ബഹുമാനിക്കുന്നു. അവൻ ശബ്ദം ചെയ്യുന്നു, ദോഷകര
അക്ഷരമായാലും വ്യതിചലിക്കുന്നില്ല. അതായത് അവർ ചില കാര്യങ്ങൾ ശബ്ദം ചെയ്താൽ അത് അവർ നഷ്ടമുണ്ടെന്ന് കണ്ടാൽ തന്നെ അവരാ ചെയ്ത ശബ്ദത്തെ ഓർത്ത് അവർ ആ കാര്യം ചെയ്യും എന്നാണ് ഈ പറയുന്നത്. അവർ പണം പലിശയ്ക്ക് കൊടുക്കുന്നില്ല, നിർദോഷത്തിനെതിരെ കൈക്കൂലി വാങ്ങുന്നില്ല. എന്നിട്ട് അവസാന ദൈവത്തിന് പറയുന്നത് എന്താണ്? ഇവ പാലിക്കുന്നവൻ ഒരിക്കലും കുലുങ്ങുകയില്ല. ഇവ പാലിക്കുന്നവൻ ഒരിക്കലും കുലുങ്ങുകയില്ല. ഇത് പറയുമ്പോൾ തന്നെ ദൈവവചനം മറ്റൊരു പ്രകാരം പറയുന്ന ഒരു വചനം, നീതിമാൻ സിംഹത്തെ പോലെ ധീരനാണ്. ശക്തി വരുന്ന ഉള്ളിൽ നിന്നാണ്. ദൈവം ഉള്ളിൽ വസിക്കുന്നവനെ തകർക്കാനായിട്ട് ഈ ലോകത്തൊരു ശക്തിക്ക് സാധ്യമല്ല. ഒരു വ്യക്തിയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന പിശാചാണ്. ആ പിശാചിനെതിരെ നിലകൊള്ളാനായിട്ട് സാധിക്കണമെങ്കിൽ ദൈവ കൃപയുള്ള വ്യക്തികൾ മാത്രമേ സാധിക്കുള്ളൂ. അത് ഹൃദയത്തിൽ ദൈവം വസിക്കുന്നവർക്ക് സാധിക്കുള്ളൂ. അതിപ്രകാരം ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവം നൽകുന്ന കൃപയാണ്. 24-ാമത്തെ സങ്കീർത്തനത്തില് ഇപ്രകാരം പറയുന്നു, കൂടാരത്തിൽ വസിക്കുന്നവൻ ആരാണ് എന്ന് കുറച്ചും കൂടി വിശേഷണങ്ങൾ അവിടെ ഉണ്ട്. കർത്താവിന്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് കയറും? കർത്താവിന്റെ മല, കർത്താവിന്റെ കൂടാരം എന്നൊക്കെ പറയുന്നതാണ്. സങ്കീർത്തനത്തിൽ നമ്മൾ പാട്ടുണ്ടല്ലോ, നിൻകേകത്തിൽ വാഴുന്നവനോ എന്നൊരു പാട്ടുണ്ട്, മനോഹരമായ പാട്ടാണ്. അതൊക്കെ ഈ സങ്കീർത്തന പാട്ടായിട്ട് മാറ്റിയിട്ടുള്ള. അപ്പോൾ എന്താണ് പറയുന്നത് ശ്രദ്ധിച്ച്, കർത്താവിന്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിലകൊള്ളും എന്നൊക്കെ ശ്രദ്ധിക്കുക. നിഷ്കളങ്കമായ കരതലങ്ങളും സംശുദ്ധമായ ഹൃദയങ്ങളും. ഈ നിഷ്കളങ്കത, ശുദ്ധി എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ നേരത്തെ പറഞ്ഞ സങ്കീർത്തനത്തിൽ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. നിഷ്കളങ്കമായ കരതലങ്ങളും സംശുദ്ധമായ ഹൃദയമുള്ളവർ, മിഥ്യയായതിലേക്ക് പ്രാണനെ ഉയർത്താത്തവർ. മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? മിഥ്യ അതായത് നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന, എന്നാൽ ആത്മാവിനെ ആകർഷകമാക്കി തോന്നുന്ന കാര്യങ്ങളാണ് മിഥ്യകൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ ലോകത്തുണ്ട്. അതിൽ നമ്മുടെ മനസ്സുടക്കിയാൽ എന്ത് സംഭവിക്കും? അവ നമ്മൾ നഷ്ടപ്പെടുമ്പോൾ നമ്മളുടെ ജീവിതം തന്നെ അർത്ഥമില്ലാത്തതായിട്ട് നമുക്ക് തോന്നും. അപ്പൊ അതുകൊണ്ട് ഹൃദയം എപ്പോഴും ബന്ധിപ്പിക്കേണ്ടത് ആ ദൈവത്തിലാണ്. ദൈവത്തിലല്ലാതെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ബന്ധിപ്പിച്ചിട്ടാൽ മാനുഷികമായ കാര്യങ്ങൾ അത് എപ്പോഴും ക്ഷതം സംഭവിക്കും, മാറ്റം സംഭവിക്കും, അപജയങ്ങളുണ്ടാകും. പെട്ടെന്ന് മാറ്റങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ആകെ തകർന്നു പോകും. അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിലായാലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവത്തിൽ ബന്ധിച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ ആകെ തകർന്നു പോകും എന്നുള്ളത്. ഇത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കാര്യം, പയ്യനൊരു കുഞ്ഞ് മരിച്ചു. എനിക്ക് തോന്നുന്നൊരു 15-16 വയസ്സുള്ള പയ്യൻ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തു. പിന്നീട് ഞാൻ അറിഞ്ഞത് അവൻ്റെ അമ്മാമ്മയും അവൻ്റെ അനുജത്തിയും അതിനുശേഷം മരിച്ചു. ഈ കുഞ്ഞിനെ ഓർത്ത് ഞാൻ മനസ്സിലാക്കി. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ കുഞ്ഞാണ് അവരുടെ ജീവിതത്തിലെല്ലാം. അപ്പോൾ ആ കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയുള്ള ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ആ കുഞ്ഞ് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്കറിയില്ല. കാരണം അവർ പലപ്പോഴും സോഷ്യൽ മീഡിയകളിലൊക്കെ നയിക്കപ്പെടുന്നത്. നമ്മൾ അങ്ങനെയുള്ള കാര്യം ഭയങ്കര ശക്തമായിട്ട് വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നുണ്ട് ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലുള്ളൂ, ആ 3 മരണങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. അതിൽ 2 മരണങ്ങളുടെയും കാരണം ഈ കുഞ്ഞിനെ ചുറ്റിപ്പറ്റി ആ കുഞ്ഞിനെ ആസ്ഥാനം കൊടുത്ത് അവർ മുന്നോട്ട് പോകുമ്പോഴുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, മിഥ്യയായതിലേക്ക് പ്രാണനെ ഉയർത്താത്തവർ, വ്യാജത്തിനായി ശബ്ദം ചെയ്യാത്തവർ, അവൻ കർത്താവിൽ നിന്ന് അനുഗ്രഹം നേടിയെടുക്കും, തൻ രക്ഷയായ ദൈവത്തിൽ നിന്ന് നീതിയും. എന്നിട്ട് ഈ ഒരു കാര്യം അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം? ദൈവത്തെ ഹൃദയത്തിൽ നമുക്ക് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വ്യത്യാസമാണ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ വലയം ചെയ്യപ്പെടും. അവസാനമായിട്ട് 22-ാം അധ്യായം 4-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചിട്ടുണ്ട്, ഞാൻ അന്വേഷിക്കുന്നത് തന്നെ കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ സൗകുമാരം ദർശിക്കുവാനും ആസ്വദിക്കാനുമായി ജീവിതകാലം മുഴുവൻ കർത്താവിൻ്റെ ഭവനത്തിലൂടെ എൻ്റെ വാസം. തീർച്ചയായും ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ പന്തലിൽ എന്നെ മറയ്ക്കും, തൻ്റെ കൂടാരത്തിൻ്റെ മറയിൽ എന്നെ ഒളിപ്പിക്കും, ഒരു പാറയിൽ എന്നെ ഉയർത്തുന്നു. ഇവിടെയുള്ളവരെ ദൈവത്തിന് കൂടാരത്തിൽ വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, ബോണസുകളൊക്കെയാണ് ഞാൻ പറഞ്ഞത്.
ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ദൈവം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണ്. ഈ ലോകത്ത് ദൈവത്തെ തേടുന്ന മനുഷ്യരുണ്ടോ, അതോ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങൾ കാണിച്ചു തരുന്ന മായയായ മിഥ്യായതിലേക്ക് മനസ്സിനെ തിരിപ്പിച്ച് മുന്നോട്ട് പോകുന്നവരാണോ? അങ്ങനെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കില്ല. ദൈവത്തിന് ആശ്വാസം അനുഭവിക്കാനായിട്ട് സാധിക്കില്ല. ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ വചനത്തെ ശ്രദ്ധിക്കുകയും അപ്രകാരം നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ ഒരുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്താൽ, പ്രിയമുള്ളവരെ, വിസ്മയനീയനായ വിധത്തിൽ നമ്മളും നമ്മുടെ കുടുംബങ്ങളും താങ്ങപ്പെടും ഈ കെട്ടപ്പെട്ട കാലത്തും എന്ന് മനസ്സിലാക്കുക. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ.